Good afternoon. Good afternoon, Miss. Okay, good afternoon. എല്ലാവരും പൂക്കളൊക്കെ ഇട്ടോ? അത്തപ്പൂക്കളൊക്കെ ഇട്ട് എല്ലാവരും. Okay, Nefna, good afternoon. Okay, Fatima. ഇട്ടോ പൂക്കളൊക്കെ എല്ലാവരും അത്തായിട്ട്. ആരും ഇല്ലാലോ. Okay, Anjali, good afternoon. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ അല്ലെ, അവിടെ തൊട്ടാണ് നമുക്ക് ഇനി എടുക്കാനായിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ പറയുന്ന സ്റ്റോക്ക് ഐറ്റംസുകൾ അല്ലെ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഈ പറയുന്ന സ്റ്റോക്ക് ഐറ്റംസുകള് കൃത്യമായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനുമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളുണ്ട് അല്ലെ, ചില രീതികളുണ്ട്. അതാണ് അവിടെ ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിനകത്തൊരു 10 എണ്ണം പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. 10 എണ്ണമാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ഒന്ന് പറഞ്ഞു വെച്ചു പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഫസ്റ്റ് വൺ ഓർമ്മയുണ്ടല്ലോ, ABC മെത്തേഡ് ആണ് കേട്ടോ. അതായത് ABC അനാലിസിസ്, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ് കേട്ടോ. ഓൾവേസ് ബെറ്റർ കൺട്രോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ കാറ്റഗറൈസ് ചെയ്തത്? 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്തൊക്കെയായിരുന്നു? ഒന്ന് വാല്യൂ അല്ലെ, ഈ പറയുന്ന ഐറ്റംസുകളുടെ വാല്യൂ. മറ്റൊന്ന് എന്താണ്? ഓക്കെ, അല്ലെ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്. ABC എന്ന് പറയുമ്പോൾ ഓൾവേസ് ബെറ്റർ കൺട്രോൾ, അവിടെ വാല്യൂവിനെയും പിന്നെ ഇമ്പാക്ട് ഓൺ ബിസിനസ്, ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ബെഡ് ആണ്. ബെഡ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. വൈറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത്, അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ. അത്തരം ഐറ്റംസുകൾ ഇല്ലാതെ നമുക്ക് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ പറഞ്ഞു the critical nature of the particular item used to determine the stock level. അപ്പൊ ക്രിട്ടിക്കൽ നേച്ചർ എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ക്രിട്ടിക്കാലിറ്റിക്ക് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് അതിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ വൈറ്റൽ എന്ന് പറയുമ്പോൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ദാറ്റ് ആർ ക്രൂഷ്യൽ ഫോർ ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഐറ്റംസുകളാണ് നമ്മൾ വൈറ്റൽ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് എടുത്തത്. ഒരു എക്സാമ്പിൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, മെഡിസിൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മെഡിസിൻസ് ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു വൈറ്റൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലെ, മെഡിസിൻസ് എന്ന് പറയുന്നത്. ഈ എന്ന് പറഞ്ഞാൽ എന്താണ്? എസെൻഷ്യൽ ആണ് അല്ലെ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടന്റ് ഐറ്റംസ് ആണ്, ഇമ്പോർട്ടന്റ് ഐറ്റംസ് തന്നെയാണ്. എന്താണ്? നെസസറി ഫോർ ദ സ്മൂത്ത് ഓപ്പറേഷൻസ്. അതൊക്കെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അത് തന്നെ അത്യാവശ്യമുള്ളത് തന്നെയാണ്. പക്ഷെ എന്താണ്? ഭയങ്കര ക്രൂഷ്യൽ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യമുള്ള ഐറ്റംസ് തന്നെയാണ്. that are necessary for the smooth operations of the hospital. അതൊരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. പക്ഷെ ക്രൂഷ്യൽ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതില്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രവർത്തിക്കാൻ പറ്റും, ഉണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താം. അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളാണ്. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ സ്പെയർസ് ഓഫ് മെഷീനറി ഐറ്റംസ്. മെഷീനറി ഐറ്റംസുകളുടെ സ്പെയറുകൾ അല്ലെ, സ്പെയറുകൾ ഉണ്ടെങ്കിൽ എന്താ ഗുണം? നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കേട് വന്നാൽ തന്നെ
പെട്ടെന്ന് സ്പെയറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് വേഗം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ അത് ഉണ്ടെങ്കിലേ പ്രവർത്തനം നടക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലെ, അത്യാവശ്യമുള്ള സാധനം തന്നെയാണ്. അത് സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് എസെൻഷ്യലിൽ വരുന്നത് കേട്ടോ. ഇനി ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭികാമ്യമായിട്ടുള്ളത്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാല് അഭികാമ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാല് the items that are nice to have but not necessary for the operation. അതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അത്തരം ഐറ്റംസുകൾ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ എന്താണ് അത്ര അത്യാവശ്യമൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസിൽ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ നല്ലതാണ്, നൈസാണ് നമ്മൾ പറയുന്നത്, അത്രേ ഉള്ളൂ. പക്ഷെ എന്താണ് അത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിന് അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസുകള് അതിപ്പോ നമുക്ക് നിർബന്ധമുള്ള സാധനമാണോ? അല്ല. പക്ഷെ ഉണ്ടാകുകയാണെങ്കിൽ നല്ലതാണ് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഡെക്കറേഷൻ ഐറ്റംസുകൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ അത് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ഐറ്റംസ് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? അപ്പൊ വീടിന് പറഞ്ഞാൽ വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ നേച്ചർ ഓഫ് ദ ഐറ്റം അഥവാ ക്രിട്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് കേട്ടോ. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? റെഡ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് HML. HML എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ, മീഡിയം ആൻഡ് ലോ. എന്തിനെ ബേസ് ചെയ്തിട്ട് അവിടെ കാറ്റഗറൈസ് ചെയ്തേ? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ ടു കൺട്രോൾ ദ പർച്ചേസ്. എന്താണ്? യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ കേട്ടോ. വിലയാണ്, കോസ്റ്റ് ആണ് അല്ലെ. കോസ്റ്റ്, പ്രൈസ് ഓർ വാല്യൂ ഇത് വേണമെങ്കിലും പറയാം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. H എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ ഐറ്റംസ് ആണ്. H എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ വാല്യൂ ഐറ്റംസുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? M എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം വാല്യൂ അഥവാ മോഡറേറ്റ് വാല്യൂ ഐറ്റംസുകളാണ്. L എന്ന് പറഞ്ഞാൽ ലോ വാല്യൂ ഐറ്റംസ് ആണ് കേട്ടോ. വില കുറവുള്ള ഐറ്റംസുകളാണ്. H എന്താണ്? ഹൈ വാല്യൂ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെറ്റീരിയൽസ് ദാറ്റ് ആർ എക്സ്പെൻസീവ് അല്ലെ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ആയിരിക്കും അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാപ്ടോപ്പുകള്, സ്മാർട്ട് ഫോണുകൾ, അങ്ങനെയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകളൊക്കെ എന്താണ്? ഹൈ വാല്യൂ ഐറ്റംസുകളാണ് അല്ലെ. ഇനി M എന്ന് പറയുമ്പോൾ മീഡിയം വാല്യൂ ഐറ്റംസ് ആണ്. ഇതൊരു മോഡറേറ്റ് വാല്യൂ ഒക്കെ ഉള്ള ഐറ്റംസുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അതിന്റെ ഒരു മോഡറേറ്റ് വാല്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓഫീസ് ഫർണിച്ചറുകളൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഓഫീസ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ കസേര, മേശ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ വാല്യൂ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ദാറ്റ് ആർ ഇൻഎക്സ്പെൻസീവ്, അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത ഐറ്റംസുകൾ അല്ലെ. ഇപ്പൊ പേന, പേപ്പർ, പെൻസിലുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അല്ലെ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? യൂണിറ്റ് പ്രൈസ് ആർ വാല്യൂ ഓർ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? HML ഓക്കെ ആണല്ലോ? മനസ്സിലായില്ലേ? അടുത്തതാണ് XYZ കേട്ടോ. XYZ അനദർ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. അവിടെ നോക്കിയേ, XYZ ഡിപ്പെൻഡ്സ് ഓൺ ടു റിവ്യൂ ദ ഇൻവെന്ററി വാല്യൂ. ഇവിടെ ഇൻവെന്ററീസ് എന്നാണ് കേട്ടോ. റിവ്യൂ ദ ഇൻവെന്ററി വാല്യൂ ആൻഡ് ഓഫ് ഐറ്റം സ്റ്റോർഡ് their uses at scheduled intervals. എന്ത് മാത്രം ഓർത്താൽ മതി? വാല്യൂ ആൻഡ് യൂസേജ്. ഇവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. വാല്യൂ ആൻഡ് യൂസേജ് എന്ന് എഴുതി വെക്കാം. ഒന്ന് വാല്യൂവിനെയും പിന്നെ അതിന്റെ യൂസേജ് എന്ന് വെച്ചാൽ അതിന് എത്രത്തോളം ഉപയോഗമുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്രയും വായിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ XYZ എന്ന് പറയുന്നത് അനദർ വേ ഓഫ് കാറ്റഗറൈസേഷൻ ആണ്. അവിടെ ഹൈഫൺ ഇട്ട് നിങ്ങൾ എഴുതി വെക്കാം. വാല്യൂ അതുപോലെ തന്നെ യൂസേജ്, ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഡിപെൻഡ്സ് ഓൺ ടു റിവ്യൂ ദ ഇൻവെന്ററി വാല്യൂ ഓഫ് ഐറ്റം സ്റ്റോർഡ്. അതായത് അതിന്റെ വാല്യൂവിനെയും പിന്നെ അതിന്റെ യൂസേജ് എത്രത്തോളം നമുക്ക് ഉപയോഗപ്രദമാണ്, ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, X എന്ന് പറയുമ്പോൾ ഹൈ വാല്യൂ, ഹൈ യൂസേജ് ഉള്ള ഐറ്റംസ് ആയിരിക്കും. Y എന്ന് പറയുമ്പോൾ മീഡിയം വാല്യൂ. അതല്ല,
ഇൻവെന്ററീസ് എന്നാണ് കേട്ടോ. ഇൻവെന്റോൺസ് എന്നല്ല കേട്ടോ, ഇൻവെന്ററീസ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു തിരുത്താൻ പറഞ്ഞു കേട്ടോ. ഇൻവെന്ററീസ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, Y എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം വാല്യൂ, മീഡിയം യൂസേജ് ഉള്ള ഐറ്റംസുകളായിരിക്കും. Z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോ വാല്യൂ, ലോ യൂസേജ് ഉള്ള ഐറ്റംസുകളായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് FSN. എന്താണ്? FSN ട്ടോ. FSN എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കുക, മറ്റൊരു കാറ്റഗറൈസേഷൻ ആണ് കേട്ടോ. ദാറ്റ് മീൻസ് കൺസ്യൂംഷൻ ടു റീസ്ട്രെയിൻ പർച്ചേസസ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് മൂവിംഗ്, പാറ്റേൺ ഓർ ഇഷ്യൂ ആറ്റ് ദ സ്ക്രാപ്പേഴ്സ്, സ്ലോ മൂവിംഗ് ആൻഡ് ഫ്രം ദ സ്റ്റോർസ് ഓൺ മൂവിംഗ്. ശരിക്കും പറഞ്ഞ F എന്ന് പറഞ്ഞ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫാസ്റ്റ് മൂവിംഗ് അല്ലെ. S എന്താണ്? സ്ലോ മൂവിംഗ് ഐറ്റംസ്. N എന്ന് പറഞ്ഞാൽ എന്താണ്? നോ മൂവിംഗ് ഐറ്റംസ്, ഒട്ടും മൂവബിൾ അല്ലാത്ത ഐറ്റംസ്. അങ്ങനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മൂവ്മെന്റ് ആൻഡ് പാറ്റേൺ. ഇതാണ് മൂവ്മെന്റ് ആൻഡ് പാറ്റേൺ ആണ് കേട്ടോ. മൂവ്മെന്റ് ആൻഡ് കൺസംഷൻ പാറ്റേൺ അവിടെ എഴുതി വെച്ചോട്ടോ. നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ അത് ഉപകാരപ്പെടും. ഇപ്പൊ പെട്ടെന്ന് വായിക്കുന്നത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവാൻ അവിടെ എഴുതി വെച്ചോ. ഒന്ന് മൂവ്മെന്റ് കേട്ടോ, മൂവ്മെന്റിന്. പിന്നെന്താണ്? കൺസംഷൻ പാറ്റേൺ, നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ. ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതിനെ പറഞ്ഞത് FSN ട്ടോ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മൂവ്മെന്റ് ആൻഡ് കൺസംഷൻ പാറ്റേൺ. ഓക്കെ, അപ്പോ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് മൂവ്മെന്റ്സ് ഉള്ള, പെട്ടെന്ന് എന്ന് വെച്ചാൽ അത്രയും ഡിമാൻഡുള്ള സാധനങ്ങളായിരിക്കും. പെട്ടെന്ന് ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന, കൂടുതൽ കൺസ്യൂം ചെയ്യുക, ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോകുന്ന ഐറ്റംസുകൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്സുകൾ, ചില ആളുകളുടെ ബുക്കുകൾ അല്ലെ, അതെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൊണ്ടുവച്ചാൽ തന്നെ പെട്ടെന്ന് ആളുകൾ ഒരുപാട് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന, നമ്മുടെ പൗലോ കോയ്ലോന്റെ ആൽക്കെമിസ്റ്റ് പോലെയുള്ള ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്സുകളാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ വാങ്ങുന്ന, ഒരുപാട് മൂവ്മെന്റ്സ് ഉള്ള ഒരു ബുക്കായിരിക്കും. ഓക്കെ, ബെസ്റ്റ് സെല്ലിംഗ് ബുക്സുകളാണ്. അതുപോലെ തന്നെ S എന്ന് പറയുമ്പോൾ സ്ലോ മൂവിംഗ്. ഞാൻ ബുക്ക് എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, S എന്ന് പറഞ്ഞ സ്ലോ മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസുകൾ എന്ന് വെച്ചാൽ പതുക്കെ, അത്ര വലിയ മൂവ്മെന്റ്സ് ഇല്ല, മൂവ്മെന്റ് പക്ഷെ വലിയ മൂവ്മെന്റ് ഇല്ലാത്ത സ്ലോ മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസുകൾ. ഇപ്പൊ സ്പെഷ്യാലിറ്റി ബുക്കുകള് അല്ലെ, അതുപോലെ തന്നെ എന്താ പറയാ, ഡെക്കറേഷൻ ഐറ്റംസുകൾ. അതെന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഡെക്കറേഷൻ ഐറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കേഷനിൽ ഇതേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. എപ്പോഴും മൂവ്മെന്റ് ഉള്ള ഐറ്റംസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ? നോ മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ്, ഒട്ടും മൂവ്മെന്റ്സ് ഇല്ലാത്ത ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്തായിരിക്കും? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകളായിരിക്കും അല്ലെ. കാലഹരണ കെട്ടുപോയത്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ഐറ്റംസുകൾ ആരെങ്കിലും വാങ്ങുമോ? ഇല്ല, മൂവ്മെന്റ്സ് ഒട്ടും ഉണ്ടാകില്ല, കൺസംഷൻ ഒക്കെ കുറവായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസുകൾ. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ FS എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് മൂവിംഗ്, സ്ലോ മൂവിംഗ്, നോ മൂവിംഗ്. അവിടെ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മൂവ്മെന്റ് ആൻഡ് കൺസംഷൻ പാറ്റേണിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ് SDE. അടുത്തൊരു കാറ്റഗറൈസേഷൻ ആണ് കേട്ടോ. SDE എന്താണ്? SDE എന്ന് പറഞ്ഞാൽ നോക്കിയേ, പർച്ചേസിംഗ് പ്രോബ്ലംസ്, ലീഡ് ടൈം. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ലീഡ് ടൈമിന്റെ ഇടയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. S എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്കെയേഴ്സ് ടു അറ്റൈൻ ഇൻ റിഗാർഡ് ടു അനലിസ്റ്റ്. സ്കെയേഴ്സ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ വാക്ക് മാത്രം അണ്ടർലൈൻ ചെയ്യാം. ലീഡ് ടൈം അണ്ടർലൈൻ ചെയ്യാം. സ്കെയേഴ്സ് ആണല്ലേ. S എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്കെയേഴ്സ് ആണ് കേട്ടോ. അടുത്തത് D എന്താണ്? D എന്താണ്? ഡിഫിക്കൾട്ട് ടു ഗെറ്റ് അവൈലബിലിറ്റി ഓഫ് ദ. ഡിഫിക്കൾട്ട് കേട്ടോ. ഡിഫിക്കൾട്ട്, D ഫോർ ഡിഫിക്കൾട്ട് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. E എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസിംഗ് ആൻഡ് ഈസി ടു അറ്റൈൻ. ഈസി എന്താണ്? ഈസി ടു അറ്റൈൻ സ്ട്രാറ്റജീസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒന്ന് ലീഡ് ടൈമിന് അല്ലെ, ലീഡ് ടൈമിനെ, പിന്നെന്താണ്? പ്രൊക്യൂർമെന്റ് ഡിഫിക്കൽട്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹൈഫൺ ഇട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലീഡ് ടൈം. ലീഡ് ടൈം അത് എവിടെ ഉണ്ട് കേട്ടോ. ലീഡ് ടൈം വേണമെങ്കിൽ ലീഡ് ടൈമിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ അവൈലബിലിറ്റി എന്ന് എഴുതിക്കോളൂ. ലീഡ് ടൈം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഇറ്റ് ഈസ് ദ ടൈം ടേക്സ് ടു
അക്വയറിംഗ് എക്യുപ്മെന്റ്, നമുക്ക് എക്യുപ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് ലീഡ് ടൈം. ശരി പറഞ്ഞ അവൈലബിലിറ്റി ടൈമാണ്, നമുക്ക് ആ എക്യുപ്മെന്റ് അവൈലബിൾ ആവാനുള്ള എത്തുന്ന സമയം അല്ലെ. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ ആശയം തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്. സോ ലീഡ് ടൈം എഴുതാം, ഈ ബ്രാക്കറ്റിൽ അവൈലബിലിറ്റി എഴുതിക്കോളൂ. പിന്നെ മറ്റൊരു ഇതെന്താണ്, പ്രൊക്യൂർമെന്റ് ഡിഫിക്കൽട്ടി. പ്രൊക്യൂർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, സ്റ്റോർ ചെയ്യാനുള്ള അല്ലേ. പ്രൊക്യൂർമെന്റ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോറേജ് ഡിഫിക്കൽട്ടി, സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. കണ്ടോ, സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ദൗർലഭ്യം എന്നൊക്കെ പറയും, കിട്ടാനില്ല എന്ന് നമ്മൾ പറയും, ദുർലഭമായിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലെ. അതാണ് എസ് കാറ്റഗറിയിൽ പെടുത്തത്, സ്കെയിൽസ് എന്നാണ് കേട്ടോ. സ്കെയിൽസ് ടു അറ്റൈൻ ഇൻ റിഗാർഡ് ടു അനലിസ്റ്റ്. ശരി, അനലിസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഐറ്റംസ് ആണ്. കിട്ടും, പക്ഷെ എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയില്ല, ഭയങ്കര ദുർലഭമായിട്ടുള്ള ഐറ്റംസ് കേട്ടോ. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അവൈലബിലിറ്റി, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ കിട്ടും. സ്കെയിൽസ് പോലെ, സ്കെയിൽസ് എന്ന് പറയുമ്പോൾ കിട്ടാനില്ല എന്ന് നമ്മൾ പറയില്ല, കിട്ടാനേ ഇല്ല എന്ന് പറയില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് സ്കെയിൽസ്. ഡി എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു അറ്റൈൻ, കിട്ടും പക്ഷെ എന്താണ്, ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള ഐറ്റംസ്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരെ ഓപ്പോസിറ്റ്, ഈസി ടു പർച്ചേസ് ആണ്, അത് ഈസി ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് കേട്ടോ. അങ്ങനെയാണ് അവിടെ മൂന്നായിട്ട് കാറ്റഗറൈസ് ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ലീഡ് ടൈം അഥവാ അവൈലബിലിറ്റിനെയും സ്റ്റോറേജ് ഡിഫിക്കൽറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എസ് ഡി മെത്തേഡ് മനസ്സിലായോ? എസ് ഡി കാറ്റഗറൈസേഷൻ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഗോൾഫ് ആണ് കേട്ടോ. ഗോൾഫില് ജി എന്താണ്, ഗവൺമെന്റ്. ഒ എന്താണ്, ഓർഡിനറി. എൽ എന്താണ്, ലോക്കൽ. എഫ് എന്താണ്, ഫോറിൻ പർച്ചേസ്. സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽ ടു പ്ലാൻ ദ പർച്ചേസ് സ്ട്രാറ്റജീസ്. സോഴ്സിന്റെ ഇടയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. അവിടെ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്, സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട്. എന്താണ് സോഴ്സ്, ആ മെറ്റീരിയൽ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, ആ സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഐറ്റംസുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആദ്യത്തെ എന്താണ്, ഗവൺമെന്റ് സോഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഐറ്റംസ് ദാറ്റ് ആർ സോഴ്സ്ഡ് ഫ്രം ഗവൺമെന്റിൽ നിന്നും സോഴ്സ് ചെയ്യുന്ന ഐറ്റംസുകൾ അല്ലെ. ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഐറ്റംസ് ദാറ്റ് ആർ സോഴ്സ്ഡ് ഫ്രം ദ റെഗുലർ സപ്ലൈസ് ഓർ വെൻഡേഴ്സ് അല്ലെ. റെഗുലർ ആയിട്ടുള്ള, സാധാരണ റെഗുലർ ആയിട്ടുള്ള സപ്ലൈസ് അല്ലെങ്കിൽ വെൻഡേഴ്സിൽ നിന്നൊക്കെ സോഴ്സ് ചെയ്യപ്പെടുന്ന ഐറ്റംസ്. ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ലോക്കൽ പർച്ചേസ് പഠിച്ചില്ലേ, ലോക്കൽ എന്തായിരിക്കും, അതായത് ഐറ്റംസ് സോഴ്സ്ഡ് ഫ്രം ദ ലോക്കൽ സപ്ലൈസ്, നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മുടെ ലോക്കലിയുള്ള ലൊക്കാലിറ്റിയിലുള്ള സപ്ലൈസ് വഴി ലഭിക്കുന്ന ഐറ്റംസുകൾ. ഫോറിൻ പർച്ചേസ് എന്തായിരിക്കും, ഐറ്റംസ് സോഴ്സ്ഡ് ഫ്രം ദ ഫോറിൻ കൺട്രീസ് അല്ലെ, ഫോറിൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ സോഴ്സ് ചെയ്യപ്പെടുന്ന ഐറ്റംസുകൾ കണ്ടോ. അപ്പൊ അവിടെ നമ്മൾ സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് അല്ലെ. അപ്പൊ അതിന്റെ സോഴ്സ് എവിടെയാ, ഫോറിൻ കൺട്രീസ് അല്ലെ. അവിടെ സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത്. സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓരോന്നും ഏതിന് ബേസ് ചെയ്തിട്ടാണ് കാറ്റഗറൈസ് ചെയ്യാന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ. എട്ടാമത്തത് SOS ആണ് കേട്ടോ. SOS എന്ന് പറഞ്ഞാൽ എന്താണ്, സീസണൽ ആൻഡ് ഓഫ് സീസണൽ. അപ്പൊ നിങ്ങളവിടെ എഴുതിക്കോളൂ, സീസണാലിറ്റി. എന്താണ് അവിടുത്തെ ബേസ്, സീസണാലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നോക്കിയേ, സീസണൽ ആൻഡ് ഓഫ് സീസണൽ. സീസണാലിറ്റി ഓഫ് ഐറ്റം എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്യാം. ടു പ്ലാൻ ദ പർച്ചേസിംഗ് സ്റ്റോറേജ് സ്ട്രാറ്റജി. സീസണാലിറ്റിക്ക് അനുസരിച്ച് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ നമ്മൾ ചില സ്വെറ്ററുകള്, ബ്ലാങ്കറ്റുകള്, ഗ്ലൗസുകള്, സ്കാർഫ്സുകള്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സാധാരണ വിന്റർ സീസണിലല്ലേ കൂടുതൽ വാങ്ങാം, ശരിയല്ലേ? വിന്ററിന്റെ സമയത്തല്ലേ നമ്മൾ സ്വെറ്റർ, ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങാം. അപ്പൊ ആ സീസൺ വരുമ്പോൾ അത്തരം ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്ത് വെക്കും, കൂടുതൽ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇനി ഓഫ് സീസൺ ആകുമ്പോഴോ, ആ സീസൺ കഴിഞ്ഞാലോ ഇനി ഐറ്റംസിന് വാല്യൂ കിട്ടും. അപ്പൊ നമ്മൾ ആ സമയത്ത് അത് ലോവർ ലെവലിലായിരിക്കും സ്റ്റോക്ക് ചെയ്ത് വെക്കും. മനസ്സിലായോ? അപ്പൊ അവിടെ സീസണാലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതാണ് സോഴ്സ്. അടുത്തത് ഒൻപതാമത്തെ വെയിൻ ആണ്. വെയിൻ ഏതുപോലെയാണെന്ന് അറിയോ? റെഡ് പോലെയാണ്. നമ്മൾ റെഡ് പറഞ്ഞില്ലേ, വൈറ്റൽ, അതുപോലെ എസെൻഷ്യൽ, ഡിസൈറബിൾ എന്ന് പറഞ്ഞില്ല. അവിടെ നമ്മൾ എന്തിനു ബേസ് ചെയ്തിട്ടാ ചെയ്തത്? റെഡ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, ഇമ്പോർട്ടൻസ് ഓർ ഇമ്പാക്ട് ഓൺ ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിൽ അതിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ട്, എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത്. അതേപോലെ തന്നെയാണ് ഇത്
മെയിൻ എന്ന് പറയുന്നത് കേട്ടോ. മെയിൻ ബി എന്ന് പറഞ്ഞാൽ വൈറ്റൽ, അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസെൻഷ്യൽ, ഐ എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് എന്നാണ് കേട്ടോ. ഐ എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, എന്ന് പറഞ്ഞാല് നോർമൽ, അങ്ങനെയാണ് തരംതിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് പറയാതെ തന്നെ അറിയാലോ, വൈറ്റൽ എന്ന് പറയുമ്പോൾ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ കാറ്റഗറിയില്. ഇ എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ, അവിടെ പറഞ്ഞ അതേ എക്സാമ്പിൾ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ഐ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ഐറ്റംസ് ആണ്, എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അങ്ങനെ 4 ആയിട്ടാണ് നമ്മുടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? വൈറ്റൽ, ഇ ഫോർ എസെൻഷ്യൽ, ഐ ഫോർ ഇമ്പോർട്ടൻസ്, എൻ ഫോർ നോർമൽ. അപ്പൊ അവിടെ എന്തിനെ ബേസ് ചെയ്തിട്ടാ? അത് തന്നെ, ഇമ്പാക്ട് ഓൺ ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ആ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നമ്മുടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് കേട്ടോ. അടുത്തതാണ് റാം, RAM, റാം. റാം എന്ന് പറഞ്ഞാൽ എന്താണ്? R ഫോർ റിലയബിലിറ്റി, A ഫോർ അവൈലബിലിറ്റി, M ഫോർ എന്താണ്? മെയിൻ്റനൻസ്. അവിടെ നമ്മള് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് അറിയാമോ? ജസ്റ്റ് ഹൈഫൻ ഇട്ട് എഴുതി വെച്ചോളൂ. പെർഫോമൻസ് ആൻഡ് സർവീസബിലിറ്റി. ഇതാണ് പെർഫോമൻസ് എന്നോ അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റിന്നോ അങ്ങനെ എഴുതാട്ടോ. രണ്ടും ശരിയാണ്. അതിന്റെ പ്രകടനം പറഞ്ഞാൽ അതിന്റെ ഫങ്ഷനാലിറ്റി, അതിന്റെ ഫങ്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ പെർഫോമൻസ് ഓർ ഫങ്ഷനാലിറ്റി, അതിനെ പിന്നെ സർവീസബിലിറ്റി, എത്രത്തോളം നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇവിടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫങ്ഷനിങ് ആൻഡ് മെയിൻ്റനൻസ്, അത് തന്നെ വേറെ വാക്കിൽ പറഞ്ഞു എന്ന് മാത്രം. പെർഫോമൻസ് ആൻഡ് സർവീസബിലിറ്റി, ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാല് ശരിക്കും വിശ്വാസ്യത എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഹൗ കൺസിസ്റ്റന്റ്ലി എൻ എക്യുപ്മെന്റ് പെർഫോംസ് വിത്തൗട്ട് ഫെയിലിംഗ് അല്ലെ എന്റെ അർത്ഥം. അതായത് ഹൗ കൺസിസ്റ്റന്റ്ലി എൻ എക്യുപ്മെന്റ് പെർഫോംസ് ഓർ ഫങ്ഷൻസ് അല്ലെ, ഫങ്ഷനാലിറ്റി ആണ് അല്ലെ, ഫങ്ഷൻസ് ഓർ പെർഫോംസ് വിത്തൗട്ട് ഫെയിലിംഗ്, വേറെ കേടുപാടുകളൊന്നും വരാതെ ആ ഒരു എക്യുപ്മെന്റ് എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഐറ്റംസുകളെയാണ് നമ്മൾ റിലയബിലിറ്റി അല്ലെങ്കിൽ റിലയബിൾ എന്നുള്ള കാറ്റഗറിയിൽ പഠിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൈലബിലിറ്റി ആണ്, അതായത് ലഭ്യതയാണ് അല്ലെ. അതായത് ഹൗ ദ മെറ്റീരിയൽസ് ഓപ്പറേഷണൽ ഓർ അവൈലബിൾ ഫോർ ദ യൂസർ. അതായത് ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്കത് എത്രത്തോളം ഓപ്പറേഷണൽ ആണ്, എത്രത്തോളം അത് പ്രവർത്തനക്ഷമമാണ്, അതായത് ഫങ്ഷണൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് എത്രത്തോളം അവൈലബിൾ ആണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ അവൈലബിലിറ്റി, ആ ഒരു കാറ്റഗറിയിൽ. ദെൻ M ഫോർ എന്താണ്? മെയിൻ്റനൻസ് ആണ്. ഈസി ടു മെയിൻ്റനൻസ്, അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? അതായത് ഒരു ഒപ്റ്റിമൽ ഫങ്ഷൻ നിലനിർത്തിക്കൊണ്ട്, അതായത് ഒരു ഒപ്റ്റിമൽ പെർഫോമൻസ് ഓർ ഒപ്റ്റിമൽ ഫങ്ഷൻ നിലനിർത്തിക്കൊണ്ട് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട്, ഓക്കെ, എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ആ എക്യുപ്മെന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് മനസ്സിലായോ? അതായത് ഒരു ഒപ്റ്റിമൽ പെർഫോമൻസ്, ഒരു മിതമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഫങ്ഷനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് പരമാവധി കോസ്റ്റ് കുറച്ച് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ആ എക്യുപ്മെന്റിനെ മെയിൻ്റനൻസ് നടത്താനായിട്ട് പറ്റും. അതാണ് മൂന്നാമത് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ 2 കാര്യങ്ങൾ, ഈ 3, അതായത് ഒന്ന് പെർഫോമൻസ്, മറ്റൊന്ന് അതിന്റെ സർവീസബിലിറ്റി അഥവാ മെയിൻ്റനൻസ്, ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 10 മനസ്സിലായോ? 10 ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോന്നിനും ഓരോ ബേസ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ABC എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് എന്താണ്? ഇമ്പോർട്ടൻസ് ടു ഹോസ്പിറ്റൽ ബിസിനസ്, അതിനെ ബേസ് ചെയ്ത് ചെയ്തു. ബെഡ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ നേച്ചർ അഥവാ ക്രിട്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാണ്? ഇമ്പാക്ട് ഓൺ ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ, അതിനെ ബേസ് ചെയ്തു. HM എന്ന് പറയുമ്പോൾ പ്രൈസ് ഓർ കോസ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. XYZ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ വാല്യൂവിനെ, അതുപോലെ തന്നെ എന്തായിരുന്നു അതിന്റെ XYZ വാല്യൂ ആൻഡ് യൂസേജ് അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. FS എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു മൂവ്മെന്റിനെയും കൺസ്ട്രക്ഷൻ പാറ്റേണിനെ ബേസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തു. SD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും എന്താണ്? ലീഡ് ടൈം അഥവാ അവൈലബിലിറ്റിനെയും അതുപോലെ പ്രൊക്യൂർമെന്റ് ഡിഫിക്കൽറ്റിനെയും ബേസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഗോൾഫ് എന്ന് പറയുന്ന സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് കാറ്റഗറൈസ് ചെയ്തു. SOS എന്ന് പറയുന്ന സീസണാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കാറ്റഗറൈസ് ചെയ്തു.
വെയിൻ എന്ന് പറഞ്ഞാൽ ബെഡ് പോലെ തന്നെ കേട്ടോ. അതായത് ഇമ്പോർട്ടൻസ് ഓർ ഇമ്പാക്ട് ഓൺ ദ ഹോസ്പിറ്റൽ ബിസിനസ് അതിനെ ബേസ് ചെയ്തിട്ട് അറിയിച്ചു. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർഫോമൻസ് അഥവാ അതിന്റെ ഫംഗ്ഷനാലിറ്റിക്കും പിന്നെ സർവീസബിലിറ്റി അഥവാ മെയിൻ്റനൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കാറ്റഗറൈസ് ചെയ്യും. നിങ്ങൾ ഇതെന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഫംഗ്ഷനിങ് ആൻഡ് മെയിൻ്റനൻസ്. ഫംഗ്ഷനിങ് പറഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സർവീസബിലിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും മെത്തേഡുകളാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റംസുകളെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ ഓടിച്ച് ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ, പെട്ടെന്ന് വായിച്ചു നോക്കിക്കോ. പറ്റുന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇത് മനസ്സിൽ വിചാരിച്ച് നല്ല നടത്തുന്ന അറിയില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞതൊന്നും എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ABC അനാലിസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സത്യശൈലിയിൽ എന്താണ് ABC അനാലിസിസ് എന്നൊക്കെ നമുക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അതായത് ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ്. അവിടെ നമ്മൾ സ്റ്റോക്ക് ഐറ്റംസുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത് വാല്യൂവിനെയും അതുപോലെ അതിന്റെ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഐറ്റംസുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. മൂന്നായിട്ടാണ് ABC. A എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ, അതുപോലെ തന്നെ എന്താണ് ഹൈ വാല്യൂ ആയിട്ടുള്ള ഐറ്റംസ്, ഹൈ വാല്യൂ ആണ്, അതുപോലെ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഐറ്റംസുകളാണ്. A എന്ന് പറയുമ്പോൾ മീഡിയം വാല്യൂ, മീഡിയം ഇമ്പോർട്ടൻസ് ഉള്ള ഐറ്റംസുകളാണ്. C എന്ന് പറഞ്ഞാൽ ലോ വാല്യൂ, ലോ ഇമ്പോർട്ടൻസ് ഉള്ള ഐറ്റംസുകളാണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് കാണിക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചേ, A ലെവലില് അല്ലെങ്കിൽ A ഐറ്റംസ്, A കാറ്റഗറിയിൽ പെടുത്തുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാലോ വളരെ ഹൈ വാല്യൂ ഉള്ള ഐറ്റംസ് ആണ്, അതുപോലെ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഐറ്റംസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസുകൾ എന്താവശ്യമാണ് നമുക്ക്? വളരെയധികം നമ്മുടെ ഒരു ക്ലോസ് മോണിറ്ററിങ്ങും ഒരു സ്ട്രിക്റ്റ് ഇൻവെന്ററി കൺട്രോളും അവിടെ ആവശ്യം. അങ്ങനെയുള്ള ഐറ്റംസുകളായിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വളരെ ക്ലോസ് ആയിട്ടുള്ള മോണിറ്ററിങ് വേണം അല്ലെ? കൃത്യമായിട്ട് നമ്മുടെ മോണിറ്റർ ചെയ്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെന്ററി കൺട്രോളും ഒരു സ്റ്റോക്ക് കൺട്രോളും ഏത് ഐറ്റത്തിൽ ഉണ്ടായിരിക്കണം? A ഐറ്റത്തിൽ ഉണ്ടായിരിക്കണം അല്ലെ? ഇനി B ഐറ്റത്തിൽ പെടുന്നതോ, B കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസുകൾ എന്തായിരിക്കും? അതിന് റെഗുലർ മോണിറ്ററിങ് മതി അല്ലെ? അതായത് ഒരു ക്ലോസ് മോണിറ്ററിങ് ആവശ്യമുണ്ടോ? ഇല്ല. സാധാരണ രീതിയിലുള്ള ഒരു റെഗുലർ മോണിറ്ററിങ് മതി. അതുപോലെ തന്നെ ഒരു മീഡിയം ലെവൽ ഓഫ് ഇൻവെന്ററി കൺട്രോളും മതി. ഒരു മീഡിയം ലെവലിലുള്ള ഇൻവെന്ററി കൺട്രോളും കൊണ്ട് ചെയ്താൽ മതി. C എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഭയങ്കരമായ മോണിറ്ററിങ് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വളരെ മിനിമൽ മോണിറ്ററിങ്ങും അതുപോലെ ഒരു മിനിമൽ ഇൻവെന്ററി കൺട്രോളും മാത്രമാണ് C കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസുകൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്. ARC അല്ല കേട്ടോ, ABC നോക്കാട്ടോ. ABC ടെക്നിക് ഈസ് യൂസ്ഡ്. അപ്പൊ ഏറ്റവും നല്ലൊരു എന്താ പറയുക മെത്തേഡ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ABC മെത്തേഡ് ആണ് കേട്ടോ. ഓൾവേസ് ബെറ്റർ കൺട്രോൾ കേട്ടോ. ABC അനാലിസിസ് ഓഫ് മെത്തേഡ് കേട്ടോ. പിന്നെ ഇവിടെ മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ 3 ഗ്രൂപ്പ്സ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. മെറ്റീരിയലിനെ നമ്മൾ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ABC അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് A, B ആൻഡ് C അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ആൻഡ് മണി വാല്യൂ ഓഫ് കൺസംഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ കോസ്റ്റ് വാല്യൂ ആണ് അല്ലെ? വാല്യൂവിനെയും ആൻഡ് മണി വാല്യൂ ഓഫ് കൺസംഷൻ, അതായത് നമ്മൾ ചെലവാക്കുന്ന പൈസയ്ക്ക് ഉള്ള മൂല്യം അതിനുണ്ടോ? വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. വാല്യൂ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് അല്ലെ? ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഈ പറയുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ABC എന്ന 3 കാറ്റഗറിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നും ജസ്റ്റ് നോക്കാം. A ഐറ്റംസിന്റെ പ്രത്യേകത എന്താണ്? ഇൻ ഫോളോ ദ ഇൻവെന്ററി there are എന്നാണ് കേട്ടോ. There are എന്നാണ്. Okay, there are a few costly items which come under this group. നമുക്കറിയാലോ A ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഹൈ വാല്യൂ ഉള്ളതും ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഐറ്റംസുകളായിരിക്കും അല്ലെ? എന്നുവെച്ചാൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഐറ്റംസുകളാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ മൊത്തം നമ്മൾ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൽ വളരെയധികം കോസ്റ്റ്ലി ഐറ്റംസുകളായിരിക്കും. അത്രയും ഹൈ വാല്യൂ ഉള്ള ഐറ്റംസുകളായിരിക്കും A ഐറ്റത്തിന്റെ
അണ്ടറിൽ വരുന്നത് അറിയാലോ. അപ്പൊ നോക്കിയേ, these items may not be more than 10% of the total items, but consumes about 70% of the total budget. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ടോട്ടൽ സ്റ്റോക്കിന്റെ വെറും 10% മാത്രമേ ഇത്ര ഐറ്റംസ് ഉണ്ടാവുള്ളൂ. പക്ഷെ എണ്ണത്തിന് കുറവായിരിക്കും, അങ്ങനെയല്ലേ? ഭയങ്കര വിലയുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ എണ്ണത്തിന് കുറവായിരിക്കും, പക്ഷെ നല്ല പൈസയും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, അങ്ങനെയല്ലേ? അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത്തരം ഐറ്റംസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള സ്റ്റോക്കിന്റെ വെറും 10% ഉണ്ടാവില്ല. എണ്ണത്തില് ക്വാണ്ടിറ്റിയിൽ വളരെ കുറവായിരിക്കും, മാക്സിമം 10%, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. എണ്ണത്തിന് കുറവായിരിക്കും, പക്ഷെ എന്താണ്, ഇത് കൺസ്യൂംസ് അബൌട്ട് 70% ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ്. പക്ഷെ നമ്മുടെ ഇൻവെന്ററി ബഡ്ജറ്റിന്റെ ഒരു 70% ഇങ്ങനെയുള്ള ഐറ്റംസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതന്നെ, ഇത് ക്വാളിറ്റി കൂടുതലായിട്ട് എണ്ണത്തിൽ കുറവായിരിക്കും, പക്ഷെ നല്ലൊരു ഫണ്ട്, നല്ലൊരു ബഡ്ജറ്റിൽ 70% നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഐറ്റംസുകളാണ്. എനിക്ക് ഈ പ്രത്യേകത വന്നിട്ട് ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് ആണ്, ABC-യിലെ ഏത് കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് ആണെന്ന് ചോദിച്ചാൽ ഈ ക്യാരക്ടറിസ്റ്റിക് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം ഇത് A കാറ്റഗറിയിൽ പെടുന്നത്, അല്ലെങ്കിൽ B കാറ്റഗറിയിൽ പെടുന്നതാണ്, C കാറ്റഗറിയിൽ പെടുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്, അല്ലെ? അപ്പൊ ഈ ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജും കൃത്യമായിട്ടുള്ള ഹാൻഡ്ലിംഗ് ഒക്കെ അവിടെ അത്യാവശ്യമാണ്, അല്ലെ? എത്രയും ഞാൻ പറഞ്ഞല്ലോ, വളരെ ക്ലോസ് മോണിറ്ററിങ്ങും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൺട്രോൾ ഒക്കെ അവിടെ ആവശ്യമായിട്ടുള്ള ഐറ്റംസുകളാണ് A ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഓവർ സ്റ്റോക്കിംഗ് ഈസ് അവോയ്ഡഡ്. ഇങ്ങനെയുള്ള ഐറ്റംസുകൾ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഓവർ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല കേട്ടോ. ഓവർ സ്റ്റോക്ക് ചെയ്യാനായിട്ട് പാടില്ല, അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, പിന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഓവർ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓവർ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെന്താണ്? ഓൺലി നെസസറി ക്വാണ്ടിറ്റീസ് ഓഫ് ദീസ് ഇൻവെന്ററീസ് ആർ പർച്ചേസ്ഡ് ആൻഡ് സ്റ്റോക്ക്. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിന് മാത്രം ഇത്തരം സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലാണ്ട് എന്ത് ചെയ്യരുത്, ഓവർ ആയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഐറ്റംസ് എളുപ്പമല്ലേ? ഐറ്റംസ് എളുപ്പമല്ലേ? ഓക്കെ, എണ്ണത്തിന് കുറവായിരിക്കും, പക്ഷെ ബഡ്ജറ്റിന്റെ 70% വിനിയോഗിക്കുന്നത് ഇത്തരം ഐറ്റംസുകൾക്കായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് B ഐറ്റംസ്. B ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നൈദർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. അതായത് ഈ ഒരു B ഐറ്റത്തിൽ പെടുന്ന, B കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് അതെന്തല്ല, നൈദർ കോസ്റ്റ്ലി ഓർ ചീപ്പ് എന്ന് പറഞ്ഞാല് വില ഏറിയതും അല്ല വില കുറഞ്ഞതുമല്ല, ഒരു മീഡിയം ലെവൽ എന്നൊക്കെ നമ്മൾ പറയാം. അങ്ങനെയാണ്, വില കൂടിയതുമല്ല വില ഏറിയതുമല്ല വില കുറഞ്ഞതുമല്ലാത്ത ഐറ്റംസ് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു മീഡിയം ലെവലായിരിക്കും. അപ്പൊ നോക്കിയേ, ദീസ് ഐറ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 20% ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഇൻവെന്ററീസ്. ഇങ്ങനെയുള്ള ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്കിന്റെ ഒരു 20% ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റി ഐറ്റംസുകളായിരിക്കും കേട്ടോ. ഒരു 20% ക്വാണ്ടിറ്റി ഈ പറയുന്ന ഐറ്റംസുകളായിരിക്കും. അതുപോലെ തന്നെ 20% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇൻവെന്ററീസ്. അതായത് ഇൻവെന്ററിക്ക് ഏകദേശം ഒരു 20% മാത്രമേ ചെലവുകളും വരുന്നുള്ളൂ. ഇത്തരം ഐറ്റംസുകൾക്ക് നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു 20%. അപ്പൊ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീഡിയം ലെവലിലാണ്, അല്ലെ? കൂടുതലും ഇല്ല കുറവും ഇല്ല എന്നുള്ള രീതിയിലാണ്, അല്ലെ? B ഐറ്റംസ് എന്ന് വെച്ചാൽ വില ഏറിയതും അല്ല എന്നാൽ വില കുറഞ്ഞതും അല്ല, അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഐറ്റംസിലാണ് B ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? C ഐറ്റംസ് ആണ്. C ഐറ്റംസിന്റെ പ്രത്യേകത എന്താണ്? These items are comparatively cheaper in cost and represent 70% of the total quantity of the inventory. Quantity. ഓക്കെ, ഇങ്ങനെയുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ വളരെ താരതമ്യേന വളരെ വില കുറഞ്ഞതായിരിക്കും. പിന്നെ മാത്രമല്ല, നമ്മുടെ മൊത്തം സ്റ്റോക്കിന്റെ 70% ഇങ്ങനെയുള്ള C ഐറ്റംസ് ആയിരിക്കും. A, B ആയിരിക്കും? അല്ല, അതിൽ 70% ഇങ്ങനെയുള്ള ഐറ്റംസുകളായിരിക്കും, C ഐറ്റംസുകളായിരിക്കും, അല്ലെ? ഓക്കെ, 10% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻവെന്ററീസ്. അതായത് നമ്മുടെ ബഡ്ജറ്റിന്റെ വെറും ഒരു 10% മാത്രമാണ് നമുക്ക് ഇത് വാങ്ങാനായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. വെച്ചാൽ എന്തായിരിക്കും? വില കുറവുമാണ്, എണ്ണത്തിൽ കൂടുതലാണ്. മനസ്സിലായോ? A ഐറ്റം എന്ന് പറയുമ്പോൾ വില കൂടുതലാണ്, എണ്ണത്തിൽ കുറവാണ്. B ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് വില ഏറിയതും അല്ല വില കുറഞ്ഞതും അല്ല, ഏകദേശം ക്വാണ്ടിറ്റിയിലായിക്കോട്ടെ വിലയിലൊക്കെ ഏകദേശം ഒരു എന്താണ്, ഒരു ഈക്വൽ അല്ല, ഒരു മീഡിയം ലെവലിലാണ് നിൽക്കുന്നത് പറയാം. C ഐറ്റംസുകളുടെ പ്രത്യേകത എന്താണ്? അതിന് വില വളരെയധികം കുറവാണ്, പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ABC അനാലിസിസ് എന്താണ്? A ഐറ്റംസിന് പ്രൈസ് കൂടുതലാണ്. അതെ, ABC ഏത് പറഞ്ഞത് എന്താണ്? ഹൈ വാല്യൂ ഐറ്റംസ് ആണ്, അല്ലെ? അതിന് വില കൂടുതലാണ്,
പക്ഷെ എന്താണ് നമ്മുടെ അതാണ് പറഞ്ഞ ബഡ്ജറ്റിന്റെ 70% ഇത്തരം ഐറ്റംസുകൾ വാങ്ങാൻ നമുക്ക് വേണ്ടി വരും. പക്ഷെ അങ്ങനെ വില കൂടുതലുള്ള ഐറ്റംസ് നമുക്ക് ഒരുപാട് വാങ്ങി സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, ക്വാണ്ടിറ്റിയിൽ. ക്ലിയർ ആയോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ കോമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളത് തരില്ലേ, ബികോം എംകോം, അതൊക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാക്കും. അടുത്തതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. നമ്മൾ ഇത്രയും ഇതിൽ ഇൻവെന്ററി കൺട്രോൾ എന്താണ്, സ്റ്റോക്ക് കൺട്രോൾ എന്താണ്, അത് കൺട്രോൾ ചെയ്യാനുള്ള കുറെ മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഇൻവെന്ററി സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ, ഇൻവെന്ററി കൺട്രോൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണ് ഉള്ളത്, എന്തൊക്കെ പ്രയോജനങ്ങളാണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നത് കേട്ടോ. എന്തൊക്കെയാണ് നോക്കിയേ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ് ആൻഡ് ഫണ്ട്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ബെസ്റ്റ് പോസിബിൾ മാനർ. ശരിയല്ലേ പറഞ്ഞത്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ്. നമ്മുടെ ഇൻവെന്ററിയില് സ്റ്റോക്കില് നമ്മൾ ചെയ്യുന്ന നിക്ഷേപങ്ങള് നമുക്ക് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. നമ്മൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് നമുക്ക് വേണം അല്ലെ, ചെറിയൊരു മൂലധനം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇത്തരം ഇൻവെന്ററീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആ ഒരു നിക്ഷേപം നമുക്ക് ശരിയായ രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് അധികം വലിയ നഷ്ടം വരാത്ത രീതിയിലും ഓവർ ആവാത്ത രീതിയിലൊക്കെ നമുക്കത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഫണ്ട്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ബെസ്റ്റ് പോസിബിൾ മാനർ. ഫണ്ടുകൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള മെത്തേഡൊക്കെ ഉപയോഗിച്ച് ഇൻവെന്ററി കൺട്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? അതിന്റെ നിക്ഷേപം നമുക്ക് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാനും വളരെ എന്താ പറയുക ഫണ്ടുകളെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് വിനിയോഗിക്കാനും സാധിക്കും കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സയന്റിഫിക് ആൻഡ് സെലക്ടീവ് കൺട്രോൾ ഹെൽപ്സ് ഇൻ ദ മെയിന്റനൻസ് ഓഫ് ദ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. അതാണ് മെയിന്റനൻസ് ഓഫ് ദ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. അതായത് വളരെ സയന്റിഫിക് ആയിട്ട്, വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ, സെലക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊരു ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഈ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഐറ്റംസുകൾ ഉണ്ടല്ലോ, നമുക്കത് ഉടനടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ വാങ്ങുന്ന സാധനങ്ങളെ ഒരുപാട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ വാങ്ങുന്നു സാധനങ്ങൾ, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. ഈ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സാധനങ്ങള് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്താണ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് നമുക്കത് വിൽക്കാൻ പറ്റും. അപ്പൊ വേറെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ വരില്ലല്ലോ, വേറെ വേസ്റ്റേജോ കാര്യങ്ങളോ ഒന്നും വരില്ല അല്ലെ. എന്നാൽ നമുക്ക് വേറെ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് അവിടെ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. അതുപോലെ ആവശ്യത്തിന് സ്റ്റോക്ക് നിലനിർത്താനും ഇത് നമ്മളെ സഹായിക്കും. അതായത് ഓവർ സ്റ്റോക്ക് ആവുകയും ചെയ്യില്ല, അണ്ടർ സ്റ്റോക്ക് ആവുകയും ചെയ്യില്ല. അതേ രീതിയിൽ ആവശ്യത്തിന് സ്റ്റോക്ക് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു മെത്തേഡുകളൊക്കെ നമ്മൾ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്ന അഡ്വാൻറ്റേജസ് ആണ് ഇത് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ എല്ലാവർക്കും? നെക്സ്റ്റ് വരുന്നതാണ് ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ കേട്ടോ. നമ്മൾ പലതരത്തിലുള്ള സ്റ്റോറുകളൊക്കെ പഠിച്ചല്ല. ഓക്കെ, ഇനി സ്റ്റോർ കീപ്പറിന്റെ ജോബ് സമ്മറി, ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ജസ്റ്റ് കാണിച്ചു നോക്കാം. ഒന്നാമത്തത് കീപ്പ് റിസീപ്റ്റ്സ്, റെക്കോർഡ്സ് ആൻഡ് വിത്ത്ഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം കേട്ടോ. കീപ്പ് റിസീപ്റ്റ്സ്, റെക്കോർഡ്സ് ആൻഡ് വിത്ത്ഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്ന സ്റ്റോക്ക് റൂം ഉണ്ടല്ലോ, ആ സ്റ്റോക്ക് റൂമുകളുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിസീപ്റ്റുകള്, റെക്കോർഡുകള്, വിത്ത്ഡ്രോവൽസുകള് ഇതെല്ലാം കൃത്യമായിട്ട് കീപ്പ് ചെയ്യാം. നമ്മൾ പറയുന്ന സ്റ്റോർ കീപ്പറിന്റെ റെസ്പോൺസിബിലിറ്റികളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ സ്റ്റോറില് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന, അതായത് നമ്മുടെ സ്റ്റോർ റൂമില് സ്റ്റോക്ക് റൂമില് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും നമ്മൾ വിറ്റഴിക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളുടെ റിസീപ്റ്റുകള്, റെക്കോർഡുകള്, മറ്റു വിത്ത്ഡ്രോവൽസുകള് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. റിസീവ് ചെയ്യുക അല്ലെ, അതായത് നമ്മൾ ഓർഡർ കൊടുത്ത സാധനങ്ങള്, സ്റ്റോറിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടാവില്ല, ഓർഡർ കൊടുത്ത സാധനങ്ങൾ നമ്മൾ റിസീവ് ചെയ്യാം. ശരിയായി പരിശോധിച്ച് നമ്മളത് റിസീവ് ചെയ്യാം. അൺലോഡ് ചെയ്യാം, സാധനങ്ങൾ സ്റ്റോറിലേക്ക് എത്തിക്കാം, അൺലോഡ് ചെയ്യാം.
ആൻഡ് ഷെൽഫ് സപ്ലൈസ് നമ്മളോട് ഇത് എന്ത് ചെയ്യണം, ആ മെറ്റീരിയൽസുകളെ വളരെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഷെൽഫ് സപ്ലൈസ് പലതരത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക, ഷെൽഫുകളിലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. അതൊക്കെ സ്റ്റോർ കീപ്പർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഡു അതർ സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ് ദാറ്റ് ഇൻക്ലൂഡ്സ് റിട്ടേണിംഗ്, പാക്കിംഗ്, പ്രൈസിംഗ് ആൻഡ് ലേബലിംഗ് സപ്ലൈസ് കേട്ടോ. ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ഡ്യൂട്ടികൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഇൻക്ലൂഡ്സ് റിട്ടേണിംഗ്. റിട്ടേണിംഗ് എന്ന് വെച്ചാൽ കേടുപാട് വന്നിട്ടുള്ള സാധനങ്ങൾ, ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് നമുക്കത് റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ റിട്ടേണിംഗ് കാര്യങ്ങള്. പിന്നെ പാക്കിങ്, നമ്മൾ വന്നിട്ടുള്ള സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പാക്ക് ചെയ്താണ് കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ പാക്കിങ്. പിന്നെ പ്രൈസിങ്, അതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളും വിലകളൊക്കെ കൃത്യമായിട്ട് നിർണ്ണയിക്കുക. ലേബലിംഗ്, എന്നിട്ട് സപ്ലൈസ് കൃത്യമായിട്ട് ലേബൽ ചെയ്യുക. അങ്ങനെ ഒരു സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള മറ്റുള്ള ഡ്യൂട്ടികളും നിർവഹിക്കുക കേട്ടോ. പിന്നെന്താണ്? അനലൈസ് ഡെലിവറീസ് ഫോർ ഡാമേജ് ഓർ ഡിസ്ക്രിപ്പൻസീസ് ആൻഡ് റിപ്പോർട്ട് ദോസ് ടു അക്കൗണ്ടിംഗ് ഫോർ റീഇംബേഴ്സ്മെന്റ്സ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. എന്താണ് പറയുന്നത്? അനലൈസ് ഡെലിവറീസ് ഫോർ ഡാമേജ് ഓർ ഡിസ്ക്രിപ്പൻസീസ്. ഇപ്പൊ നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മെറ്റീരിയൽസുകളുടെ എന്തെങ്കിലും ഡാമേജ് വന്നു, എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ട്, ഈ കേടുപാടുള്ള സാധനങ്ങൾ നമുക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, എന്നുവെച്ചാൽ കൃത്യമായിട്ട് വിലയിരുത്തുക, അവലോകനം ചെയ്യുക. എന്നിട്ടോ റിപ്പോർട്ട് ദോസ് ടു അക്കൗണ്ടിംഗ് ഫോർ റീഇംബേഴ്സ്മെന്റ്. നമ്മളത് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ദ റീഇംബേഴ്സ്മെന്റ്. നമ്മൾ അതിന് വേണ്ടി ചെലവാക്കിയ പണം നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടണം. കാരണം ഇത് ഡിഫക്റ്റ് ആണ്, നമ്മൾ പൈസ കൊടുത്തു, പക്ഷെ കിട്ടിയ സാധനം നമുക്ക് കേടുപാടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഉടനടി നമ്മൾ നമ്മുടെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം ഇത്ര സാധനങ്ങൾ കേടുപാടുണ്ട്, അപ്പൊ നമുക്ക് അതിന് റീഇംബേഴ്സ്മെന്റ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? ആ റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് അത് എത്രയും പെട്ടെന്ന് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് ആണ് കേട്ടോ. റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളാണ്. ഡാമേജ് ആയിട്ടുള്ള, ലോസ് സംഭവിച്ചിട്ടുള്ള മെറ്റീരിയൽസുകൾ, ഡെലിവറീസുകൾ, അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ, സൂക്ഷിച്ച് വെക്കുക. അടുത്തത് എന്താണ്? റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് ദ സർപ്ലസസ്. എന്താണ് റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. റൊട്ടേറ്റ് സ്റ്റോക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാം. സ്റ്റോക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, നമ്മൾ പുതുതായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, പുതിയ സ്റ്റോക്ക് ഉണ്ടല്ലോ, പുതിയ സ്റ്റോക്കുകളുടെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഴയ സ്റ്റോക്കിലുള്ള സാധനങ്ങൾ സോൾഡ് ചെയ്യാം, ഒന്നിലേക്ക് വിൽക്കുക, അതിനെ നമ്മൾ ഉപയോഗിച്ച് തീർക്കാം. അങ്ങനെ നമ്മൾ ആ സ്റ്റോക്കിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിന് കുറച്ച് അധികം എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ആ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഴയ സ്റ്റോക്കിലുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാം, അല്ലെങ്കിൽ നമ്മൾ സോൾഡ് ചെയ്യാം, വിൽക്കുകയാണെങ്കിൽ ഉപയോഗിച്ച് തീർക്കാം. അതാണ് അവിടെ റൊട്ടേറ്റ് സ്റ്റോക്ക്. അങ്ങനെ സ്റ്റോക്കിനെ റൊട്ടേറ്റ് ചെയ്യാം. അതിന്റെ കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസ്. സർപ്ലസ് എന്ന് വെച്ചാൽ മിച്ചമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇപ്പൊ വേസ്റ്റ് ആയിട്ടൊക്കെ വരുന്ന എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാം. ഡിസ്പോസ് ചെയ്യാൻ വെച്ച് നിർമ്മാർജ്ജനം ചെയ്യും. അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്ന ഐറ്റംസുകൾ വേണമെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്ത് തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡിസ്പോസ് ചെയ്ത് കളയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അതൊക്കെ സ്റ്റോർ കീപ്പറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് ഇതാണ്, എൻഷുവർ ആഡിക്വേറ്റ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് മാനേജ് ഓൾ ഡോക്യുമെന്റേഷൻ ടു കൺഫേം പ്രോപ്പർ സ്റ്റോക്ക് ലെവൽസ് ആൻഡ് കീപ്പ് ഇൻവെന്ററി കൺട്രോൾ. വേറെ ഒന്നുമല്ല, അതായത് ആഡിക്വേറ്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ റെക്കോർഡുകളും നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം നമ്മൾ സ്റ്റോർ കീപ്പർ. ആൻഡ് മാനേജ് ഓൾ ഡോക്യുമെന്റേഷൻ ടു കൺഫേം പ്രോപ്പർ സ്റ്റോക്ക് ലെവൽ. അതായത് ഒരു ശരിയായിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവല് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. ആൻഡ് കീപ്പ് ഇൻവെന്ററി കൺട്രോൾ. അങ്ങനെ കൃത്യമായിട്ട് ഇൻവെന്ററി കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ, സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ഇതാണ്, കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് റൈറ്റ്, ദ മൂവ്മെന്റ് ഓഫ് എക്വിപ്മെന്റ് ആൻഡ് നെസസറി മൈനർ റിപ്പയർസ്. റൈറ്റിന്റെ മീനിങ് ചരക്ക് എന്നാണ് കേട്ടോ. FREIGHT, റൈറ്റ് എന്താണ്? ചരക്ക് കേട്ടോ. ഗുഡ്സ് എന്ന് പറയില്ലേ, ആ സംഭവമാണ് ചരക്ക്, ചരക്ക്. അപ്പൊ നമുക്ക് കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് റൈറ്റ്, ചരക്കുകൾ കൈകാര്യം ചെയ്യാം. അതുപോലെ മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്സുകളുടെ മൂവ്മെന്റ്സുകൾ അത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം. അതിന്റെ നെസസറി മൈനർ റിപ്പയർസ്, ആവശ്യമായിട്ടുള്ള ചെറിയ അറ്റകുറ്റപ്പണികള്, മെയിന്റനൻസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. ഇത്രയുമാണ് ഒരു സ്റ്റോർ കീപ്പറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസുകളായിട്ട് വരുന്നത്. ഓക്കെ,
എന്താണ് ഇവിടെ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് എന്നാണ് അല്ലെ. ഇത് മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്. അതായത് മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് എന്നാണ് കേട്ടോ. അതായത് നമുക്ക് ചിലപ്പോ അകത്ത് തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഐറ്റംസുകൾ ഉണ്ടാവും. അല്ല ഇമ്പോർട്ട് അല്ല, എക്സ്പോർട്ട് ചെയ്യേണ്ടതും ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഐറ്റംസ് കേട്ടോ. അതാണ് ആ മൂവ്മെന്റ് ഉദ്ദേശിച്ചത്. പുറത്തുനിന്ന് വരുന്ന ഐറ്റംസുകൾ, ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഐറ്റംസുകൾ, അങ്ങനെയുള്ള മൂവ്മെന്റ്സുകൾ അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ. അയ്യോ കുറച്ച് താങ്കളുടെ ക്ലാരിറ്റി ഇല്ലല്ലോ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുകയാണല്ലോ, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് അതിലൂടെ വായിക്കാം കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫിൽഫറേജസ് ആൻഡ് വേസ്റ്റേജസ് ഇൻ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന കളവുകള്, വേസ്റ്റേജുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാരണങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രോസസ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾ ലെഫ്റ്റ് ആവില്ല, ഞാൻ സ്ക്രീനിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. നോക്കട്ടെ, ക്ലാരിറ്റി. ഇനി നോക്കാം. ഫിൽഫറേജസ് ആൻഡ് വേസ്റ്റേജസ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന വേസ്റ്റേജുകള് അല്ലെങ്കിൽ കളവുകള്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ പ്രോസസ് ആണ്, കാരണങ്ങളാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസുകൾ അല്ലെങ്കിൽ സ്റ്റോക്കുകളൊക്കെ വേസ്റ്റേജ് വരുന്നതും, ഇനി അതിൽ പലപ്പോഴും സ്റ്റോക്ക് വരുമ്പോൾ കളവുകൾ കളവുകൾ സംഭവിക്കാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടാണ് പ്രോസസ് ആണ് എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. അതായത് ഫിൽഫറേജിനൊക്കെയുള്ള കാരണം എന്താണ്? ഫിൽഫറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, തെഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കളവ്, ഓക്കെ, കളവ് അതുപോലെ വേസ്റ്റേജസ് ഒക്കെ വരാനുള്ള കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. അതായത് നമ്മൾ പറയില്ലേ, ലൈഫും ഡെത്തും ഒക്കെ ഉൾപ്പെടുന്ന എമർജൻസി സാഹചര്യങ്ങള്, അതുമൂലം എന്ത് സംഭവിക്കാറുണ്ട്? വേസ്റ്റേജ്, ഫിൽഫറേജസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ലൈഫും ഡെത്തും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് വിചാരിക്കാം. അയാളുടെ ലൈഫ് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. അവർക്ക് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ ആവശ്യമുണ്ട്. എമർജൻസി ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് വരാം? ഫിൽഫറേജ് സംഭവിച്ചൂടെ, കളവ് നടന്നൂടെ, അല്ലെങ്കിൽ സമയത്തിന് അവർക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കാതെ വരികയാണ്. അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു എമർജൻസി മരുന്ന് അവർക്ക് വേണം അവരുടെ ജീവൻ നിലനിർത്തണം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ ഫിൽഫറേജ് സംഭവിക്കാം. സെഫ്റ്റിയുള്ള ചാൻസ് ഉണ്ട്. അല്ലെ, ഇപ്പൊ നമ്മൾ കട്ടെടുക്കാനോ കളവെടുക്കാനോ ചാൻസ്. അത് കൂടാതെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, ഇപ്പൊ വരെ ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുകയാണ്. എന്തെങ്കിലും ദുരന്തങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ബൾക്ക് ഓഫ് ആളുകളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും അല്ലെ. അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ അങ്ങനെയും ചിന്തിക്കാം. അപ്പൊ അതും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ആളുകളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഓൾറെഡി ഉപയോഗിച്ച ഐറ്റംസുകൾ അവിടെ ബാക്കി ഉണ്ടാവും. ചിലപ്പോൾ ആ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ ഒരു പുതിയൊരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചെടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ വേസ്റ്റേജ് വരും അല്ലെ. അല്ലെങ്കിൽ കളവിലുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, മനസ്സിലായോ? അത് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ. എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. ലൈഫ് ഡെത്ത് ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ വന്നത് ചില എമർജൻസി മരുന്ന് നമുക്ക് വേണം, അത് കിട്ടാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വരികയാണ്. അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അയാളുടെ ജീവിതം നിലനിർത്താൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാനെങ്കിൽ എന്ത് ചെയ്യും? കളവ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കട്ടെടുത്ത് ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാൽ മതി. എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത് ഒരു കാരണം.
രണ്ടാമത്തത് അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. സെയിം അർത്ഥം തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിന് വളരെ അർജന്റ് ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് അറ്റൻഷൻ കൊടുക്കണം. പെട്ടെന്ന് ഒരു ഇമീഡിയറ്റ് ആയിട്ട് നമുക്കൊരു എന്താണ് മെറ്റീരിയൽ ഒരു മെഡിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതിനുള്ള ചാൻസ് ഉണ്ട്, അവിടെ പിൽഫറേറ്റിനുള്ള ചാൻസ് ഉണ്ട്. അതില്ലെങ്കിൽ ഇയാളുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു പേഷ്യന്റിന് പെട്ടെന്ന് ഒരു ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് പെട്ടെന്ന് കിട്ടാൻ നിവൃത്തിയില്ല. എന്തുണ്ടാവും? പിൽഫറേറ്റിനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, കളവിനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ചിലപ്പോൾ നമ്മൾ എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് ഓൾറെഡി പൊട്ടിച്ച പാക്കറ്റ് ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആ ഒരു ധൃതിക്കകത്ത് ചിലപ്പോൾ അത് ഉപയോഗിക്കില്ല, ആ ഒരു ധൃതിയുടെ കുറച്ച് പുതിയ പാക്കറ്റ് ഒക്കെ ചിലപ്പോൾ പൊട്ടിച്ച് ഉപയോഗിക്കും. അപ്പൊ എന്താ, പഴയ പാക്കറ്റിലുള്ള സാധനങ്ങൾ അവിടെ വേസ്റ്റ് വരും അല്ലെ, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ഓക്കെ, അങ്ങനെയുള്ളതാണ് മറ്റൊരു റീസൺ ആയിട്ട് പറഞ്ഞത്. പിന്നെ അടുത്ത പോയിന്റ് ഇതാണ്, എക്സ്പോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽ നോ സ്റ്റാൻഡേർഡ് ആക്ടിവിറ്റി. പിന്നെ മറ്റൊരു ചാൻസ് എന്താണ് കാരണം പറയുന്നത്, എക്സ്പോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽ സ്റ്റാഫ്. അതായത് ലോവർ ലെവൽ പേഴ്സണൽ എന്ന് പറയുന്നത് എന്താണ്, അതായത് താഴത്തെ ഒരു ലോ ലെവൽ കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകൾ, എന്താ പറയുക ക്ലീനർമാര് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഹൗസ് കീപ്പിംഗ് പോലത്തെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകളെയൊക്കെ നമ്മൾ സ്റ്റോക്ക് എക്സ്പോഷർ ചെയ്യാനായിട്ട് അനുവദിച്ചാൽ, അതായത് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അധികം ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റിയോ ഒന്നും ഇല്ലാത്ത ആളുകളെ നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഏൽപ്പിക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കാം, പിൽഫറേജിനുള്ള ചാൻസ് ഉണ്ട്. കാര്യം നമുക്കറിയാം, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യേണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് വേണ്ട നോളജ് ഉണ്ടായിരിക്കണം, ട്രെയിനിങ് ഉണ്ടായിരിക്കണം അല്ലെ, അതിന് വേണ്ട പരിശീലനങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ അല്ലാത്ത ആളുകള്, കാരണം അവർ ലോവർ ലെവൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത്ര റെസ്പോൺസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെടാത്ത ഒരാൾക്ക് നമ്മൾ ആ സ്റ്റോക്ക് എക്സ്പോഷർ ചെയ്യാൻ, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കാമെന്ന് വിചാരിക്കുക, അവർക്ക് അതിനൊരു ഇൻചാർജ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിനുള്ള ചാൻസ് ഉണ്ട്, പിൽഫറേറ്റിനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. കാര്യം എന്താ, നോ സ്റ്റാൻഡേർഡ് ആക്ടിവിറ്റി, കാരണം അവിടെ അടുത്ത് ചിക്കനുമായിട്ട് ഒരു പ്രവർത്തനങ്ങളും അവിടെ നടക്കില്ല. അപ്പൊ അവിടെ വേസ്റ്റേജ് വരാനും ഒക്കെ എന്തെങ്കിലും കൂടുതൽ സാധനങ്ങൾ മേടിച്ച് വെച്ച് ആരും അറിയാതെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളുകളാകുമ്പോൾ നമുക്ക് എന്താണ്, ആർക്ക് വേണമെങ്കിൽ അതിനാണെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോകാനും ഈസിയാണ് അല്ലെ. അപ്പൊ അതാണ് മറ്റൊരു റീസൺ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ, മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? ഓക്കെ അല്ലേ. പിന്നെന്താണ്, ടു മെനി ഓട്ടോണോമസ് യൂണിറ്റ് കേട്ടോ, ടു മെനി ഓട്ടോണോമസ് യൂണിറ്റ്. ഓട്ടോണോമസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകൾ അല്ലെ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മള് മെറ്റീരിയൽ മാനേജ്മെന്റ് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ നമ്മൾ ആദ്യം തന്നെ പഠിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്, ഓർമ്മയുള്ളത്, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലെ. IMM എന്നല്ലേ നമ്മൾ പഠിച്ചത്, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. അതായത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളുടെ കൺട്രോള് നമ്മൾ ഒരാളിലേക്കാണ് കൊണ്ടുവരുന്നത് അല്ലെ. പർച്ചേസിംഗ് മാനേജർ അല്ലെ, അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലോട്ടാണ് അത് തന്നെ ഒരു ഹെഡിന്റെ കീഴിലോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെയാണല്ലോ മെറ്റീരിയൽ മാനേജ്മെന്റ് നടത്തുന്നത്. ഏറ്റവും നല്ല മാർഗം അതാണ്, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞു നോക്കിയേ, ടു മെനി ഓട്ടോണോമസ് യൂണിറ്റ്, അതായത് സ്വയം ഭരണ അധികാരമുള്ള യൂണിറ്റുകള് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുപാട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സ്വയം ഭരണ അധികാരം എന്ന് പറയുമ്പോൾ അവിടെ ഇന്റഗ്രേഷൻ ഇല്ല. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അവര് മേടിക്കുന്നു. ആ രീതിയിൽ ഒരു സ്വയം ഭരണ അധികാര യൂണിറ്റുകള് ഇന്റഗ്രേഷൻ ഇല്ല അവിടെ, ഒരു ഹെഡിന്റെ കീഴിൽ വരുന്നില്ല. ഓരോരുത്തർ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നു, സ്റ്റോക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ഓട്ടോണോമസ് യൂണിറ്റുകളുടെ എണ്ണം കൂടുമ്പോഴും എന്ത് സംഭവിക്കാം, പിൽഫറേജിനുള്ള ചാൻസ് ഉണ്ട്, കളവ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അവരവർ തോന്നിയ രീതിയിൽ അവരവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് ആവശ്യമുള്ളതനുസരിച്ച് അവർക്ക് തോന്നുന്നതിനനുസരിച്ച് അവർ സാധനങ്ങൾ മേടിക്കുന്നു, സ്റ്റോക്ക് ചെയ്തിട്ട് കുറെയൊക്കെ വേസ്റ്റും വരും. പിന്നെ കുറെ ചില ആളുകൾ അതിൻ്റെ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിക്കാം. ടു മെനി ഓട്ടോണോമസ് യൂണിറ്റ് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കാം, നമ്മൾ ഇങ്ങനെ ഇൻവെന്ററി കൺട്രോൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. ഒരാളുടെ കൺട്രോളിൽ വരുമ്പോഴാണ് നമുക്കത് കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വേസ്റ്റേജുകള്, പിൽഫറേജുകൾ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാവരും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തോന്നിയ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന എല്ലാ ഇഷ്യൂസും കുറയും. ഓക്കെ, പിന്നെന്താണ് അടുത്തത്, ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ, ഡെപ്റ്റ് എന്നാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഡെപ്റ്റ്
ഡെപ്റ്റ് അല്ല കേട്ടോ, ഡിപ്പാർട്ട്മെന്റ് കണക്കാട്ടോ. ഓക്കെ, ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കോംപ്രിഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. ഈ പറഞ്ഞ അതേ പോയിന്റ് ആണ് ഓട്ടോണമസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ ഒരുപാട് മൾട്ടി ഡിപ്പാർട്ട്മെന്റ്സുകൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ, ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ, അതായത് ഒരു ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഒന്നും ഇല്ലാതെ വരുന്ന സമയത്ത് എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഫിൽഫറേജസിനും വേസ്റ്റേജസിനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, പിന്നെന്താണ് നോ ജോബ് സ്പെസിഫിക്കേഷൻ. നോ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഈ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ ഡ്യൂട്ടികൾ ഉണ്ട് അല്ലെ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇൻവെന്ററി മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അവരുടേതായ ചില റെസ്പോൺസിബിലിറ്റികൾ അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ റെസ്പോൺസിബിലിറ്റി പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ എന്നുള്ള രീതിയിൽ വന്നാല് അതാണ് അവിടെ നോ ജോബ് സ്പെസിഫിക്. പ്രത്യേകിച്ച് നമ്മളൊരു ജോബ് സ്പെസിഫിക്കേഷൻ ഒന്നും വെക്കാതിരുന്ന് കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും ചാൻസ് ഉണ്ട്? ഈ പറയുന്ന വേസ്റ്റേജ് വരാനും ഫിൽഫറേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ? അതായത് നമ്മൾ ഒരു സ്പെസിഫിക്കേഷൻ പിന്നെ ആൾക്ക് ഇന്ന ജോലി എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ കൊടുക്കണം. സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിക്ക് അതിന് വേണ്ട പരിശീലനങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോബ് സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ തോന്നിയ ആളെ പഠിച്ച ആ ഒരു എന്താ പറയാ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും ഈ പറയുന്ന ഫിൽഫറേജ് വേസ്റ്റേജസ് ഒക്കെ അവിടെ ഉണ്ടാവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഫോർ ഈച്ച് യൂണിറ്റ്. മീൻസ് ഓവർ സ്റ്റോക്കിംഗ്. ശരിയല്ല, ഓവറായിട്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെ കളവുന്നതാണ് അല്ലെ. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരാണ്, അവർ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും അല്ലെ, ഉറപ്പാണ്. നമ്മൾ പോയി കുറെ സാധനങ്ങൾ മേടിച്ച് ഒരുപാട് കൊണ്ടുവച്ചിട്ടുണ്ടാവും, ഇതിലേക്ക് ഒന്നോ രണ്ടെണ്ണം എടുത്താൽ ആരറിയാൻ പോകുന്നത് എന്ന് ഞങ്ങൾ ചിന്തിക്കാം. അപ്പൊ അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഫോർ ഈച്ച് യൂണിറ്റ്. പിന്നെന്താണ് ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക്. അതാണ് ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക്. ദാറ്റ് മീൻസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് ആളുകൾ വരികയാണ്, ഒരുപാട് വിസിറ്റേഴ്സുകൾ, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് അവിടെ പ്രവേശിക്കുകയാണെങ്കിലും എന്ത് വരാം? ഫിൽഫറേജ് വരാം അല്ലെ, സാധനങ്ങൾ അവിടെ കളവ് ചെയ്യപ്പെടാം. പിന്നെന്താണ് ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. ഇനി മാർക്കറ്റിൽ ശരിക്കും ഷോർട്ടേജ് വരുമ്പോൾ, അപ്പൊ നമ്മൾ കരിഞ്ചന്താന്നൊക്കെ പറയും, മാർക്കറ്റിൽ ഈ സാധനം കിട്ടാനില്ല, ഈ സാധനം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന എന്ത് ചെയ്യും? ആളുകൾ ചിലപ്പോൾ അത് കട്ടെടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി വിൽക്കും, പുറത്തു കൊണ്ടുപോയി നല്ല വിലയ്ക്ക് കൊണ്ട് വിൽക്കും അല്ലെ, അങ്ങനെ ചെയ്യില്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ് അല്ലെ. മാർക്കറ്റില് ഭയങ്കരമായിട്ടുള്ള ഷോർട്ടേജ് വരുന്ന ചില ഐറ്റംസുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കട്ടെടുത്തോണ്ട് പോയിട്ട് പുറത്തു കൊണ്ട് നല്ല വിലയ്ക്ക് കൊണ്ട് വിൽക്കും അല്ലെ. ചാൻസ് ആണ് പറഞ്ഞത് കേട്ടോ, അങ്ങനെയുള്ള പ്രോസസ് ആണ്. പിന്നെ പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ഓഡിറ്റ് സിസ്റ്റം, വളരെ മോശമായിട്ടുള്ള മെറ്റീരിയൽ മാനേജ്മെന്റും നോ പ്രോപ്പർ നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് എന്റെ ലീവ് ഡ്യൂട്ടി. അതുപോലെ സ്റ്റാഫുകളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കാം? ഫിൽഫറേജിനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. നമ്മൾ ഓരോ തവണയും ഓരോ സ്റ്റോക്ക് അവിടെ മാനേജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, സ്റ്റാഫുകൾ. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം, എത്ര എണ്ണം ബാക്കിയുണ്ട്, കണക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ പ്രോപ്പർ ചെക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഫിൽഫറേജ് നടന്നാൽ നമ്മൾ അറിയില്ല അല്ലെ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയും മതി കേട്ടോ. ബാക്കി ഞാൻ പിന്നെ തീർക്കാന്ന് വിചാരിച്ച് കുറച്ചും കൂടി സാരില്ല, ഈ ചാപ്റ്റർ വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായില്ല, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി വ്യാഴാഴ്ചയിലെ ക്ലാസ് വരുന്നത്, ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇപ്പൊ പഠിപ്പിച്ച പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നോൺ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
ഓക്കെ, ഇപ്പൊ വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലല്ലോ. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.